ഹലോ ഓൾ, വെക്കേഷൻ ടൈമിലെ എൻ്റെ SSLC മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്യൂഷന് പോകുന്ന കുട്ടികൾക്കുള്ള കുറച്ച് ടിപ്സ് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് 4:15 എണീറ്റത്. ആക്ച്വലി ഞാൻ 4:10 എണീറ്റിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ ആലോചിച്ച് ഞാൻ അവിടെ ഇങ്ങനെ കിടന്നു. പിന്നെയാണ് വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ ഞാൻ എൻ്റെ ജനൽ തുറക്കാനായിട്ട് പോയി. എൻ്റെ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഇത്. പിന്നെ എൻ്റെ മുടി കണ്ടോ ഗൈസ്, അതെന്തോ ഒരു വെളിച്ചെണ്ണൊക്കെ തേച്ച് നിൽക്കുന്ന കേട്ടോ. ഇതാണ് നോക്കണ്ട. സോ അതിനുശേഷം ഞാൻ മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ. മാത്സ് ആണ് പഠിക്കാനിരുന്നത്. ഇന്നൊരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്യൂഷനിൽ ഇപ്പോൾ 1-ാം ചാപ്റ്ററും 3-ാം ചാപ്റ്ററും കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കുന്നത് എന്തൊരു സ്പീഡിലാണ് പോകുന്നതെന്ന്. ആക്ച്വലി അത് ഫൗണ്ടേഷനാണ് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ജസ്റ്റ് ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു തന്നു, അതിൻ്റെ ചില ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിപ്പിച്ചു. ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടില്ല. സോ ഇന്ന് എക്സാം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതിൻ്റെ ചേച്ചി പഠിക്കുന്ന കേട്ടോ. പിന്നെ ചേച്ചി എന്തോ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടിപ്സ് പറയാൻ തുടങ്ങാം അല്ലേ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആസ്ക് ഡൗട്ട്സ് എന്നതാണ്. ഇത് ഭയങ്കര ക്ലീശയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എന്തിനാണ് ട്യൂഷന് പോകുന്നത്? അതായത് നമുക്ക് ക്ലാസ് എടുക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഏതെങ്കിലും വിഷയമായിരിക്കട്ടെ. സോ നമ്മൾ അത് മനസ്സിലാക്കാൻ പോവുകയാണ് ട്യൂഷന്. അപ്പോൾ ഈ ട്യൂഷനിലും പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു ഉപകാരമില്ലല്ലേ ഗൈസ്. സോ എന്തെങ്കിലും മടി ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയാൽ മതി. ടീച്ചറോട് ഡൗട്ട് ചോദിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫോളോ ട്യൂഷൻ സ്റ്റഡീസ്. അതായത് നമ്മൾ ട്യൂഷനും സ്കൂളിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ട്യൂഷൻ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സ്കൂൾ ഫോളോ ചെയ്യുക. രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് വേണ്ട കേട്ടോ. രണ്ടും കൂടി ആകെ നമുക്ക് തലക്ക് വട്ടാവും. സോ ഒന്നെങ്കിൽ ട്യൂഷന് പറയുന്ന പോലെ പഠിച്ച് പോവുക. പക്ഷെ അവിടെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ട്യൂഷന് പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്കൂളിൽ പറയുന്ന ഹോംവർക്കൊന്നും ചെയ്യാതെ പോകരുത്. ഓക്കെ, ഞാൻ ട്യൂഷന് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്കൂളിൽ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് പാടില്ല. ആൻഡ് ദെൻ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഡോണ്ട് ഓൺലി ഡിപ്പെൻഡ് ഓൺ ട്യൂഷൻ. അതായത് ട്യൂഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല. അതായത് ട്യൂഷനിൽ കുറേ ക്ലാസ് എടുത്ത് പോകുന്നു, അതപ്പം മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി പോകുന്നു. ബട്ട് നമ്മളത് നമ്മുടെ സെൽഫ് സ്റ്റഡീസ്, എന്ത് സ്കൂളാവട്ടെ ട്യൂഷനാവട്ടെ എന്താവട്ടെ, അവിടെ നമ്മുടെ സെൽഫ് സ്റ്റഡീസ് ഇല്ലെങ്കിൽ ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ആലോചിക്കേണ്ട രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ മോഡൽസൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുക. സോ എന്ത് ട്യൂഷൻ ഉണ്ടാവട്ടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവട്ടെ, അവിടെയൊക്കെ സെൽഫ് സ്റ്റഡീസിന് ജസ്റ്റ് ഒരു 2 hours എങ്കിലും മാറ്റി വെക്കണം. സോ ഇത്രയൊക്കെയാണ്. ഇനിയും കുറച്ച് ടിപ്സ് പറയാനുണ്ടായിരുന്നു, പക്ഷേ ടൈം ലിമിറ്റഡ് ആയിപ്പോയി. ഇനി കുറച്ച് വിഷ്വൽസ് ഞാൻ നേരിട്ട് പറയുന്നുണ്ട്. സോ എവ്രി വൺ, ഇറ്റ്സ് മോർണിംഗ്. സൺലൈറ്റൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് പുറത്ത്. സോ നമ്മൾ ഇത്രയും നേരം മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ വരെ എത്തിയത് ഇത് ട്യൂഷൻ റഫാട്ടോ. സോ ഇത്രയും നമുക്ക് ഇനിയും പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. ബട്ട് ടൈമില്ല, പോകാൻ സമയമായി. അതുപോലെ തന്നെ നമ്മൾ എത്ര പഠിച്ചതെന്ന് കാണിക്കാം. സോ നമ്മൾ ഇത്രത്തോളം ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്തതിൽ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടി. സോ പഠിച്ചതിന് ശേഷം ഞാൻ ട്യൂഷന് പോകാൻ റെഡി ആയിട്ടോ. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഞാനങ്ങനെ മുഖത്ത് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ ഉറക്കപ്പിച്ച് പോലും പോവാത്ത സമയത്ത് ആരെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഇട്ട് പോവോ ഗൈസ്? പക്ഷേ എൻ്റെ ട്യൂഷനിൽ 2-3 ആൾക്കാർ അങ്ങനെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ. പക്ഷേ സമയം വളരെ കുറവാണ്. സോ ഇത് നിങ്ങൾ കമൻറ്റിൽ ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണേ. പിന്നെ ട്യൂഷന് പോകാത്തവരൊക്കെ ഇത് കാണുന്നുണ്ടോ, ഇന്നൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റിൽ. സോ അത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ? സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.